ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പറയേണ്ടത് ഇതിന്റെ സിനിമാറ്റോഗ്രാഫിയാണ്. അത് ഷൈജു ഖാലിദിന്റെ ആണ്. ഇതിനകത്ത് ഏറ്റവും ശ്രദ്ധേയമായ കാര്യവും സിനിമാറ്റോഗ്രാഫി തന്നെയാണ്. ടോണി ഷോപ്പിന്റെ, അതായത് ഈ കളിഷാപ്പിന്റെ ഇടുങ്ങിയ ഇടങ്ങളും പിന്നെ അതുപോലെ തന്നെ അതിന്റെ പ്രകൃതി ദൃശ്യങ്ങളും ഇതെല്ലാം ഷൈജു ഖാലിദിന്റെ ക്യാമറ തികച്ചും മനോഹരമായിട്ടാണ് കൈകാര്യം ചെയ്തിരിക്കുന്നത്. അതിനകത്ത് കുറച്ചധികം സീനുകളുണ്ട് എടുത്ത് പറയാൻ പറ്റുന്നത്. സ്കൂൾ ബസ് ചേസ് ചെയ്ത് വരുന്ന സീന്, അത് നമുക്ക് കണ്ടിരിക്കേണ്ട ഒരു സീൻ തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ കളിഷാപ്പിലെ രാത്രിയിൽ ഉണ്ടാവുന്ന കുറച്ച് കാര്യങ്ങളുടെ ദൃശ്യവൽക്കരണം, പിന്നെ അതുപോലെ തന്നെ ഒരു കുളത്തിന്റെ കരയിൽ നിർത്തിയിട്ടിരിക്കുന്ന ടെമ്പോ വാനിൽ നിന്ന് വരുന്ന ചുവന്ന ലൈറ്റിന്റെ പ്രകാശത്തിൽ ഈ കുളത്തില് അല്ലെങ്കിൽ കുളത്തിന്റെ വെള്ളമുള്ള ഒരു ഭാഗത്ത് നടക്കുന്ന ഒരു കൊലപാതകത്തിന്റെ ദൃശ്യമൊക്കെ ഈ ഷൈജു ഖാലിദിന്റെ സിനിമാറ്റോഗ്രഫിയിൽ വളരെ മനോഹരമായിട്ട് ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. പിന്നെ അദ്ദേഹത്തിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതിനകത്ത് പറയാനുള്ളത് ക്ലോസ്ഡ് ആയിട്ടുള്ള സ്പേസിൽ അദ്ദേഹത്തിന്റെ ക്യാമറ ഉപയോഗിച്ചിരിക്കുന്ന രീതി എല്ലാം ടോപ്പ് നോച്ച് ആയിരുന്നു. സൗണ്ട് ഡിസൈനെ കുറിച്ച് പറയുകയാണെങ്കിൽ വിഷ്ണുക്തിയമായ രീതിയിലുള്ള ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് സിനിമയുടെ ദൃശ്യാനുഭവം നമുക്ക് ഭയങ്കരമായിട്ട്, ഓഡിയൻസിന് ഭയങ്കരമായിട്ട് നമ്മളിലേക്ക് കൺവേ ആവുന്നുണ്ടായിരുന്നു. പിന്നെ അടുത്തത് എഡിറ്റിംഗ് ആണ്. ഷഫീഖ് മുഹമ്മദിന്റെ എഡിറ്റിംഗ് വളരെ നന്നായിരുന്നു. പക്ഷെ ചിലയിടങ്ങളിലൊക്കെ ഒരു സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു രീതി കടന്നു വരുന്നത് കൊണ്ട് അതൊരു കൃത്രിമത്വം, അതായത് അതിന്റെ ഓർഗാനിക് ആയ ഒരു വേ നഷ്ടപ്പെടുന്നത് പോലെ ചില സ്ഥലങ്ങളിലൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. എങ്കിലും ഈ സിനിമയുടെ ഏറ്റവും പറയേണ്ടതും നാളെ ഓർക്കപ്പെടുന്നതുമായ കാര്യം എന്ന് പറയുന്നത് ഇതിന്റെ ടെക്നിക്കൽ സൈഡ് തന്നെയാണ്. അത് സ്വാഭാവികമായിട്ടും അൻവർ റഷീദിനെ പോലുള്ള ഒരാള് പ്രൊഡക്ഷൻ ടീമിൽ വരുമ്പോ ഇതൊക്കെ മെച്ചപ്പെടും. കാരണം അങ്ങനെയുള്ള ആൾക്കാരെ ആണല്ലോ സാങ്കേതികമായിട്ടുള്ള അല്ലെങ്കിൽ ഈ ടെക്നിക്കൽ സൈഡിലേക്ക് കിട്ടുക. അതുകൊണ്ട് അതിനകത്തൊന്നും ഒരു കുറവും ഉണ്ടായിട്ടില്ല. എങ്കിലും സിനിമയുടെ ശബ്ദം പല സ്ഥലങ്ങളിലും നമുക്ക് ഡയലോഗ് കേൾക്കാൻ പറ്റാത്ത രീതിയിലായി പോകുന്നുണ്ട്. അതായത് സംഗീതം കടുത്ത രീതിയിൽ വരുമ്പോ നമുക്ക് അതിനകത്തെ ഡയലോഗ്സ് മിസ്സായി പോകുന്ന സ്ഥലങ്ങൾ വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ സിനിമയ്ക്ക് ചില പോരായ്മകൾ എന്ന് പറയുന്നത് ആദ്യ പകുതിയിൽ നമ്മൾക്ക് ആ സൃഷ്ടിച്ച ത്രില്ലിനെ രണ്ടാം പകുതിയിൽ അവർക്ക് കൊണ്ടുപോകാൻ പറ്റിയില്ല എന്നുള്ളതാണ്. മാത്രമല്ല ചിലയിടങ്ങളിലൊക്കെ ഹാസ്യത്തിന്റെ ആവർത്തനവും നീണ്ട സംഭാഷണങ്ങളും ഒക്കെ വെച്ച് ഇത് മന്ദഗതിയിലാകുന്നുണ്ട്. ഒരാളുടെ വ്യൂവിൽ കാണിച്ചത് തന്നെ മറ്റേയാളുടെ വ്യൂവിൽ കാണിക്കുമ്പോൾ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന കുറെ സന്ദർഭങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അതൊക്കെ ഒരു എഴച്ചിലായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ഇതൊക്കെ തന്നെയാണ് ഇതിന്റെ കുറവ്. എങ്കിൽ പോലും പ്രാവൻകൂട് നല്ലൊരു സിനിമ തന്നെയാണ്. നല്ലൊരു ത്രില്ലർ കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത് കാണാം. വൺ ടൈം വാച്ചബിൾ ആണ്. പിന്നെ ഞാൻ മറന്നുപോയ ഒരു കാര്യം എടുത്തു പറയേണ്ടത് ഇതിന്റെ ക്ലൈമാക്സ് ആണ്. ക്ലൈമാക്സിൽ അതൊരു പോരായ്മയാണ്. ക്ലൈമാക്സ് നമ്മളെ ഈ സിനിമ കൊണ്ടുവന്ന രീതികളിൽ നിന്ന്